നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വകഭേദമായ ഒമിക്രോൺ ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ പുതിയ യാത്രാ നിബന്ധനകളുമായി ഒമാൻ. ഇതു സംബന്ധിച്ച് വിമാന കമ്പനികൾക്ക് അറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. യുഎഇയിൽ നിന്ന് ഒമാനിലേക്കുള്ള യാത്രകൾക്കാണ് പുതിയ നിബന്ധനകൾ ബാധകമായത്. ഒമാനിലേക്കും യുഎഇയിലേക്കും പൗരന്മാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സഞ്ചരിക്കുമ്പോൾ പുതിയ നിബന്ധനകൾ പാലിക്കണം. ഒമാനിലെ യാത്രാ നിബന്ധനകൾ പാലിക്കാത്ത യാത്രക്കാരെ വിമാനത്തിൽ കയറ്റിയാൽ വിമാന കമ്പനിക്ക് പിഴ ചുമത്തുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. യുഎഇയിൽ നിന്ന് ഒമാനിലേക്ക് യാത്ര ചെയ്യുന്ന പൗരന്മാർ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അപ്ലോഡ് ചെയ്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. ഒമാനിലെത്തുന്ന സമയത്തിന് 14 മണിക്കൂർ മുൻപെടുത്ത കോവിഡ് PCR നെഗറ്റീവ് ഫലവും കരുതണം. വാക്സിൻ രജിസ്ട്രേഷൻ, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, നെഗറ്റീവ് PCR പരിശോധനാ ഫലം അല്ലെങ്കിൽ ഒമാനിലെത്തിയ ശേഷം PCR പരിശോധന നടത്താനുള്ള റിസർവേഷൻ എന്നിവയാണ് വാക്സിൻ സ്വീകരിച്ച യാത്രക്കാർ കരുതേണ്ട രേഖകൾ. അതിനിടെ ഒമാൻ ബൂസ്റ്റർ ഡോസിന്റെ ഇടവേളയും കുറച്ചിട്ടുണ്ട്. മൂന്നാമത് ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിക്കാനുള്ള ഇടവേള 6 നിന്ന് 3 മാസമായാണ് കുറച്ചത്. രണ്ടാം ഡോസ് സ്വീകരിച്ച് 3 മാസം പൂർത്തിയായവർക്ക് ചൊവ്വാഴ്ച മുതൽ മൂന്നാം ഡോസ് സ്വീകരിക്കാമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 18ഉം അതിനു മുകളിലും പ്രായമുള്ള രണ്ടാമത് ഡോസ് സ്വീകരിച്ച 6 മാസം പൂർത്തിയായ മുഴുവൻ ആളുകൾക്കും ബൂസ്റ്റർ ഡോസ് എടുക്കാമെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യ 2 ഡോസുകളും ഏത് കമ്പനിയുടെ വാക്സിൻ സ്വീകരിച്ചവരാണെങ്കിലും മൂന്നാം ഡോസായി ഫൈസർ ബയോഎൻടെക് വാക്സിനാണ് നൽകുന്നത്. ഒമാൻ ആരോഗ്യ മന്ത്രാലയം പോർട്ടൽ വഴിയോ തറസുദ് പ്ലസ് ആപ്ലിക്കേഷനിലോ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് വേണം വാക്സിനേഷൻ കേന്ദ്രത്തിലെത്താനെന്നും നിർദ്ദേശമുണ്ട്. കൊറോണ വൈറസിന്റെ ഡെൽറ്റ വകഭേദത്തേക്കാൾ ഒമിക്രോണിന് വ്യാപനശേഷി കൂടുതലാണെന്ന വെളിപ്പെടുത്തലുമായി ലോകാരോഗ്യ സംഘടനയും രംഗത്തെത്തിയിരുന്നു. വാക്സിൻ എടുത്തവരെയും ഇതിനു മുൻപ് കൊറോണ ബാധിച്ചവരെയും ഒമിക്രോൺ സാരമായി ബാധിക്കുന്നതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഡെൽറ്റ വകഭേദത്തിന്റെ വ്യാപനം അധികമായി ബാധിക്കാത്ത ദക്ഷിണാഫ്രിക്കയിൽ പോലും ഒമിക്രോൺ വളരെ വേഗത്തിൽ പടരുകയാണ്. മാത്രമല്ല, ഡെൽറ്റ വകഭേദം മറ്റു രാജ്യങ്ങളിൽ പതിയെയാണ് സ്ഥിരീകരിച്ചത്. എന്നാൽ ഇപ്പോൾ ഒമിക്രോൺ മറ്റു രാജ്യങ്ങളിൽ അതിവേഗം പടരുകയാണ്. ഡെൽറ്റ നാശം വിതയ്ക്കാത്ത രാജ്യങ്ങൾക്ക് ഒമിക്രോൺ കനത്ത തിരിച്ചടിയാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.